ജാർഖണ്ഡിലെ കോഡർമ ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായ അതിക്രമം. തൂക്കിൻ മുനയിൽ നിർത്തി വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിതമായി ചുംബിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പണം തട്ടുകയും ചെയ്ത അക്രമ സംഘത്തെ പോലീസ് പിടികൂടി. കോഡർമയിലെ പ്രശസ്തമായ ബിദ്ര വെള്ളച്ചാട്ടം സന്ദർശിക്കാനെത്തിയ പപ്പുകുമാറും അദ്ദേഹത്തിന്റെ പെൺസുഹൃത്തുമാണ് ഈ ക്രൂരതയ്ക്ക് ഇരയായത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തിയ ഇവരെ പ്രതികളായ ബാബ്ലു യാദവും അജിത് യാദവും ചേർന്ന് വളയുകയായിരുന്നു. ആദ്യം വിദ്യാർത്ഥികളോട് ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ച ആക്രമികൾ പെട്ടെന്ന് തന്നെ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന തോക്ക് പുറത്തെടുത്തു. പ്രകോപനമില്ലാതെ വിദ്യാർത്ഥികളെ തോക്കിൻ മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെ പ്രദേശം ഭീതിയിലായി. തുടർന്ന് പ്രതികൾ വിദ്യാർത്ഥികളോട് പരസ്പരം ചുംബിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് നിരസിച്ചാൽ വെടിവെച്ച് കൊല്ലുമെന്നായിരുന്നു ഭീഷണി. ഭയന്നുപോയ വിദ്യാർത്ഥികൾക്ക് പ്രതികളുടെ ആജ്ഞ അനുസരിക്കേണ്ടി വന്നു. ഈ സമയം പ്രതികൾ മൊബൈൽ ഫോണിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം പ്രതികൾ തനി നിറം പുറത്തെടുത്തു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുമെന്നും വീട്ടുകാരെ കാണിക്കുമെന്നും പറഞ്ഞ് അവർ വിദ്യാർത്ഥികളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. വീഡിയോ നശിപ്പിക്കണമെങ്കിൽ വൻ തുക നൽകണമെന്നായിരുന്നു ആവശ്യം. സംഭവ സമയത്ത് പപ്പുകുമാറിന്റെ കൈവശം വെറും 100 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പ്രതികൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് പപ്പു തന്നെ സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കൾ അയച്ചു നൽകിയ 635 രൂപ പ്രതികൾ ആവശ്യപ്പെട്ട പ്രകാരം ദശരഥ് കുമാർ എന്നയാളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. പണം ലഭിച്ചതോടെ താൽക്കാലികമായി പ്രതികൾ വിദ്യാർത്ഥികളെ പോകാൻ അനുവദിച്ചു. എന്നാൽ പീഡനം അവിടെ അവസാനിച്ചില്ല. കൂടുതൽ പണം തട്ടാനായിരുന്നു പ്രതികളുടെ നീക്കം. ഇതിനായി അവർ പപ്പുകുമാറിനെ വീണ്ടും ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി. വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 5000 രൂപ കൂടി ഉടൻ നൽകണമെന്നായിരുന്നു പുതിയ ആവശ്യം. പണം നൽകിയില്ലെങ്കിൽ വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് അവർ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തി. ഇതോടെ സഹികെട്ട പപ്പുകുമാർ പോലീസിനെ സമീപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കോഡർമ പോലീസിൽ പപ്പുകുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടനടി അന്വേഷണം ആരംഭിച്ചു. പണം കൈമാറിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പ്രതികൾ വിളിച്ച മൊബൈൽ ലൊക്കേഷനും കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ നീക്കം. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ പ്രതികളെ കൃത്യമായി തിരിച്ചറിയാൻ പോലീസിന് സാധിച്ചു. തുടർന്ന് നടത്തിയ റെയ്ഡിൽ ബാബ്ലു യാദവിനെയും അജിത് യാദവിനെയും പോലീസ് വലയിലാക്കി. പ്രതികളിൽ നിന്ന് തോക്കും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോണും കണ്ടെടുത്തു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് നേരെ ഇത്തരം സംഘങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്നത് വലിയ ആശങ്കയാണ് നൽകുന്നത്. ഈ സംഭവത്തോടെ വെള്ളച്ചാട്ട പരിസരത്ത് പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ജാർഖണ്ഡിലെ ഉൾപ്രദേശങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. പിടിയിലായ പ്രതികൾക്ക് മുൻപും കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ദശരഥ് കുമാറിന് പ്രതികളുമായുള്ള ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുമെന്നും അവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുറ്റവാളികൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് മാപ്പില്ലെന്നും കോഡർമ പോലീസ് സൂപ്രണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു.